Hi friends, welcome back to Makes Windows YouTube channel. നമ്മളിപ്പോൾ വളരെ പ്രകൃതിരമണീയമായ അകലാപ്പുഴയുടെ തീരങ്ങളിലാണുള്ളത്. കോഴിക്കോട് ജില്ലയുടെ വലിയൊരു ഭൂപ്രദേശം സമ്പന്നമാക്കുന്ന അകലാപ്പുഴ ശരിക്കും ഒരു കായലാണ്. കോഴിക്കോട് വടകര റൂട്ടിൽ പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര റോഡിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ബോട്ട് സർവീസുകളും വിനോദ സൗകര്യങ്ങളുമുള്ള ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഇത്. അകലമുള്ള പുഴ ലോപിച്ചാണ് അകലാപ്പുഴ എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെയും തിക്കോടി, തുറയൂർ, മൂടാടി, കീഴഴിയൂർ, ഉല്യേരി, ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, തലക്കൂളത്തൂർ, അത്തോളി, ചേളന്നൂർ ഗ്രാമപഞ്ചായത്തുകളെയും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയെയും അതിരിട്ടുകൊണ്ടാണ് ഈ പുഴ ഒഴുകുന്നത്. 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 22 കിലോമീറ്റർ തീരത്തിന്റെ നീളവുമാണ് അകലാപ്പുഴയ്ക്കുള്ളത്. മുത്താമ്പി, അണ്ണേല കണ്ണയംകോട്, കുന്നേൽ കടവ് എന്നീ പേരുകളും അകലാപ്പുഴയ്ക്കുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കായൽ പുഴ മത്സ്യം അടങ്ങിയ ഭക്ഷണം ലഭ്യമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അകലാപ്പുഴ വഴി ജലഗതാഗതം നടത്തിയിരുന്നു. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത പേരുകളിലാണ് ഈ പുഴ അറിയപ്പെടുന്നത്. അറബിക്കടലിൽ പതിക്കുന്നതിന് തൊട്ടു മുൻപ് കോരപ്പുഴ എന്ന പേരിലാണ് അകലാപ്പുഴ അറിയപ്പെടുന്നത്. ഇവിടെ അടുത്ത് എഡിസൺ എന്നൊരു തുരുത്തുണ്ട്. മലയാള ചലച്ചിത്രമായ തീവണ്ടിയുടെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ആ ചലച്ചിത്രത്തിലൂടെയാണ് അകലാപ്പുഴ കൂടുതൽ പ്രസിദ്ധമായത്. ഇവിടെ ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ്. അതോടൊപ്പം തന്നെ ബോട്ടിങ്ങിന് 3 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യേണ്ടതുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അവധിക്കാലം ഉല്ലസിക്കണമെങ്കിൽ വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് അകലാപ്പുഴ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ അകലാപ്പുഴയിൽ പോകുമ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നും കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എല്ലാവരും അകലാപ്പുഴയിൽ പോയി ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. വീഡിയോ മുഴുവൻ കാണാൻ മനസ്സ് കാണിച്ചതിന് വളരെയധികം നന്ദി. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.